ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഹിസ്റ്ററി ആണ്. നാളെ നടക്കാൻ പോകുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 3 മാർക്സ് തൊട്ട് 5 മാർക്സിന് വരെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് ഏകദേശം എല്ലാം ഓക്കെ ആയിരിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എസ്സേ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പ്ലസ് ഈ ഒരു വീഡിയോ, പിന്നെ നമ്മൾ ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ 1 വേർഡ് മാച്ച് ദ ഫോളോയിങ്, അതുപോലെ തന്നെ മാപ്പിന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അത് പഠിക്കാൻ വലിയ പ്രയാസം ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ടാണ് അത് ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാന്ന് കരുതിയത് കേട്ടോ. എന്തായാലും ഒരു 30 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും വീഡിയോ ഡ്യൂറേഷൻ വരിക. അപ്പോൾ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ലാഗ് ഇല്ലാതെ തന്നെ പറയാം അല്ലേ. ഓക്കെ, ചാപ്റ്റർ 1 ആണ്, ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം. അതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ഓൺ ഹോമോ. അതായത് ഹോമോയെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓസ്ട്രലോപിത്തക്കസുമായി കമ്പയർ ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് ദ ഏർലി ഹ്യൂമൻ മേക്ക് ടൂൾസ്? അതായത് ആദിമ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിച്ചത് എങ്ങനെ? ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തായാലും ആ ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും 3rd ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച ഏകോൽപ്പത്തി മാതൃകയും പ്രാദേശിക തുടർച്ചാ മാതൃകയും താരതമ്യം ചെയ്യാൻ. ഓക്കെ, അത് വളരെ എളുപ്പമാണ്, ഒരു കഥ പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അല്ലെ. 2 ഉത്ഭവങ്ങളെ കുറിച്ചിട്ടുള്ള 2 തിയറീസ് ആണ് പറയുന്നത്. അതായത് ഈ ഒരു 2ഉം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എക്സ്പ്ലെയിൻ ദ വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ. അതായത് മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദമാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ട്രിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ഐഡിയയും ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എടുക്കുക. അതിൽ നമ്മൾ എസ്സേ ഇട്ട ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിലൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 3 to 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാന്നുള്ളത് പറയാം. ഓക്കെ, നമ്മൾ അവിടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? ഭക്ഷണ രീതി, താമസ സ്ഥലങ്ങൾ, ആയുധ നിർമ്മാണം, ഭാഷയും കലയും എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആധുനിക മനുഷ്യന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ വിവരിക്കാൻ എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്സേ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ നിങ്ങൾ കാണുന്നത് എന്താണ്? നോട്ട് ഓൺ ഹോമോ. അതായത് ഹോമോ നിങ്ങൾ പഠിച്ചു വെക്കണം. അത് എന്തായാലും നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും മേജർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കണ്ടോ, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് മേക്ക് ടൂൾസ്? നമ്മൾ എസ്സേ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. ഓക്കെ, എസ്സേ എഴുതുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതണം. ഇവിടെ നിങ്ങൾക്ക് എന്തുമാത്രം എഴുതിയാൽ മതി? മനുഷ്യർ എങ്ങനെയാണ് ഉപകരണങ്ങൾ നിർമ്മിച്ചത്, അത് നമ്മൾ എസ്സേ ക്വസ്റ്റ്യനിൽ പഠിച്ചു കഴിഞ്ഞതായിരിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച 2 കാര്യങ്ങൾ, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും. ബാക്കി നോക്ക്, 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. എങ്ങനെയാ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ. ഓക്കെ, അപ്പൊ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു, താമസ സ്ഥലം എങ്ങനെയായിരുന്നു, ഉപകരണങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത്, ഈ ഒരു കാര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെ. മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഒരു പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയാനുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും എസ്സേ ക്വസ്റ്റ്യൻ പഠിക്കുക, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും 3 to 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ പറയുമ്പോഴും അത് പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും ചാപ്റ്റർ 2 നോക്കാം. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടോമിയ. അതായത് മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ വിവരിക്കുക. ഓക്കെ, സിമ്പിൾ ആണല്ലേ. 2ാമത്തെ നോക്കുക. റൈറ്റ് എ നോട്ട് ഓൺ ദ ലെഗസി ഓഫ് മെസപ്പൊട്ടോമിയ ടു ദ വേൾഡ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം ലോകത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് ലഘുവിവരണം എഴുതുക. ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? എസ്സേ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2ാമത്തെ ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഈ ഒരെണ്ണം സെയിം ആണ്. ഇവിടെ നിങ്ങൾ റൈറ്റിംഗ് ലെഗസി ഒക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. 3rd ക്വസ്റ്റ്യൻ ആണ് മാരി വാസ് എക്സാമ്പിൾ ഫോർ ബോത്ത് ഇമ്പീരിയൽ സിറ്റി ആൻഡ് ട്രേഡിംഗ് സെന്റർ. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? അതായത് ഒരു സാമ്രാജ്യത്വ പട്ടണത്തിനും കച്ചവട കേന്ദ്രത്തിനും ഉദാഹരണമായിരുന്നു മാരി. ഈ വാദഗതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ചാപ്റ്റർ 3 ആണ് ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ റോമൻ എംപ്ലോയീസ് ഫോർ കൺട്രോളിംഗ് വർക്കേഴ്സ്. അതായത് തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിൽ റോമിലെ തൊഴിലുടമകൾ സ്വീകരിച്ച മാർഗങ്ങൾ വിലയിരുത്തുക.
ഓക്കെ ആണല്ലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു 3 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് എഴുതിയാൽ മതിയോ എന്നുള്ളത്. പോയിന്റ് നിങ്ങൾ എപ്പോഴും ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഹിസ്റ്ററി എപ്പോഴും വിശദീകരിച്ച് എഴുതുക, പാരഗ്രാഫ് തിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വേർഡ്സ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവില്ലേ, അത് അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻസർ എപ്പോഴും ഭംഗിയായി വൃത്തിയായി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ എക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് റോം, അതായത് റോമിന്റെ സാമ്പത്തിക വികാസം വിശകലനം ചെയ്യുക. ഓക്കെ ആണല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് ഔട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സോഷ്യൽ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ റോമൻ എംപയർ, റോമ സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകൾ ചൂണ്ടിക്കാണിക്കുക. ഇതെല്ലാം നിങ്ങളൊരു ഫിലിം പോലെ പഠിക്കുക കേട്ടോ. അപ്പം എല്ലാം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാകും ഹിസ്റ്ററി. ഓക്കെ ആണല്ലോ. ചാപ്റ്റർ 4 നോക്കാം. ദ സെൻട്രൽ ഇസ്ലാമിക് ലാൻഡ്സ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മുസ്ലിം വേൾഡ് ടു ദ മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് മുസ്ലിം ലോകം പണം അടയ്ക്കുന്നതിനുള്ള രീതികളുടെ വാണിജ്യ സംഘടനകളുടെയും രംഗത്ത് നൽകിയ സംഭാവനകൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ എസ്സേയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ എക്സ്പാൻഷൻ ഓഫ് സെൻട്രൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അണ്ടർ ദ അബ്ബാസിദ്. അതായത് അബ്ബാസിദികളുടെ കാലയളവിൽ മധ്യ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വ്യാപനം വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കാം. ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം ഇൻ ദ ഫീൽഡ് ഓഫ് ലേണിംഗ് ആൻഡ് കൾച്ചർ വൈഡൻ ദ കൾച്ചറൽ സിനാരിയോ ഓഫ് ദ വേൾഡ്, വാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് അറിവിന്റെയും സംസ്കാരത്തിന്റെയും മേഖലകളിൽ ഇസ്ലാമിന്റെ സംഭാവനകൾ ലോകത്തിന്റെ സാംസ്കാരിക രംഗത്തെ വിശാലമാക്കി. ഈ പ്രസ്താവന വിലയിരുത്തുക. 8 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, സൂഫിസം അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ, കാലിഗ്രഫി, അതൊക്കെ ഇവിടെ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് പറയുന്നത്, ഇതന്നെയാണ് ഒരു ട്രിക്ക് എന്നുള്ളത്. ഓരോ ചാപ്റ്ററിന്റെയും എസ്സേ നിങ്ങൾ വിടാതെ പഠിക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾ കുറെ പോർഷൻസ് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 5 നോക്കാം. നൊമാഡിക് എംപയേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ മംഗോൾസ്. അതായത് മംഗോളിയരുടെ സാമൂഹിക പശ്ചാത്തലം വിവരിക്കുക. ഓക്കെ, അടുത്തത് എന്താണ് കുപ്കു ടാക്സ് എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ഇലൂസ്ട്രേറ്റ് ദ കൊറിയർ സിസ്റ്റം ആൻഡ് ലീഗൽ കോഡ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചെങ്കിസ് ഖാൻ. അതായത് ചെങ്കിസ് ഖാൻ നടപ്പിലാക്കിയ തപാൽ സമ്പ്രദായവും നിയമവ്യവസ്ഥയും വിലയിരുത്തുക. അറിയാലോ, നമ്മുടെ യാമും യാസയും അല്ലെ. അപ്പൊ യാം എന്ന് പറഞ്ഞാൽ എന്താണ്, കൊറിയർ സിസ്റ്റം ആണ്. യാസ എന്താണ്, ലീഗൽ കോഡാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, അത് തെറ്റിപ്പോവാറുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ മിലിറ്ററി ഓർഗനൈസേഷൻ ഓഫ് ചെങ്കിസ് ഖാൻ. അതായത് ചെങ്കിസ് ഖാന്റെ സൈനിക സംവിധാനത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഇതിലിപ്പോ ഏകദേശം ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് എസ്സേ ക്വസ്റ്റ്യനിൽ കവർ ചെയ്യാത്തതുള്ളൂ. ഓക്കെ, നമ്മൾ എസ്സേ ക്വസ്റ്റ്യനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. അപ്പോൾ അത് പഠിച്ചാൽ തന്നെ ഈ ഒരു പാഠത്തിൽ ഏകദേശം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 6 ആണ്. ദ 3 ഓർഡേഴ്സ് കേട്ടോ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ അഗ്രേറിയൻ ടെക്നോളജി ഓഫ് ദ 11th സെഞ്ചുറി യൂറോപ്പ്. അപ്പോൾ 11ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ കാർഷിക സാങ്കേതിക വിദ്യയിൽ ഉണ്ടായ മാറ്റങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് നൈറ്റ്സ് ഇൻ ഫ്യൂഡൽ സൊസൈറ്റി. ഫ്യൂഡൽ സമൂഹത്തിൽ യോദ്ധാക്കളുടെ പങ്ക് വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ എസ്സേ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തായാലും പാസ് അല്ലെങ്കിൽ ഡബിൾ പാസ് ഒക്കെ ഷുവർ ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ A+ ലെവലിലൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയും കൂടെ പഠിക്കണം. അപ്പോൾ മാർക്ക് അത്ര പ്രതീക്ഷിച്ചിട്ട് വേണം പഠിക്കാൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എസ്സേയുടെ നമ്മളെ തമ്പനയിൽ എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു. നിങ്ങൾ എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ വേണ്ട എന്നുള്ളത് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് എന്തായാലും ഒരു 48-50 എബോ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും, അത് ഷുവർ ആണ് കേട്ടോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നന്നായിട്ട് എഴുതുകയും വേണം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പേപ്പറിൽ പെർഫോം ചെയ്യുകയും വേണം. നന്നായിട്ട് നല്ല വൃത്തിക്ക് എഴുതുക കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 50 എബോ കിട്ടും. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ബാക്കി 1 വേർഡ് മാപ്പ് കാര്യങ്ങൾ മൊത്തം പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മനോറിയൽ എസ്റ്റേറ്റ്. അതായത് മനോറിയൽ എസ്റ്റേറ്റിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് എ 4th ഓർഡർ. 4ാം ക്രമം എന്ന സങ്കല്പം വിശദമാക്കുക. ഓക്കെ, 5th ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് വർ ദ ഫാക്ടേഴ്സ് എഫക്റ്റഡ് ദ സോഷ്യോ എക്കണോമിക് റിലേഷൻ ഓഫ് ദ ഫ്യൂഡൽ പീരീഡ്.
അതായത് ഫ്യൂഡൽ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളെ സ്വാധീനിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് 6th ചാപ്റ്ററിൽ നിന്ന് പറയാനുള്ളത്. ഇനി 7th ചാപ്റ്റർ നോക്കാം, ചേഞ്ചിങ് കൾച്ചറൽ ട്രഡീഷൻസ്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. അതായത് കല, സാഹിത്യം, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ മാനവികതാവാദത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് വിവരിക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അത്യാവശ്യം പഠിക്കേണ്ടി വരും, കാരണം നമ്മൾ എസ്സേ ഇതിൽ നിന്ന് ചോദിക്കാറില്ല, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് കോപ്പർനിക്കസ് തിയറി. കോപ്പർനിക്കസ് സിദ്ധാന്തത്തിന്റെ പ്രാധാന്യം വിശദമാക്കാനാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഇലൂസിഡേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഓൺ ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് യൂറോപ്പ്. അതായത് യൂറോപ്പിലെ സർവകലാശാലകളിൽ മാനവികത ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ ഇല്ല, അതുകൊണ്ട് തന്നെ ബാക്കി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 8th ചാപ്റ്റർ നോക്കാം, കോൺഫ്രണ്ടേഷൻ ഓഫ് കൾച്ചർ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വർ ദ എയിംസ് ബിഹൈൻഡ് ദ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ്. അതായത് ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഓക്കെ. അപ്പോൾ അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻക സിവിലൈസേഷൻ ഇൻ സൗത്ത് അമേരിക്ക. അതായത് തെക്കേ അമേരിക്കയിലെ ഇൻക നാഗരികതയുടെ സവിശേഷതകൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലെയിൻ ദ സ്ട്രഗിൾസ് എഗെയിൻസ്റ്റ് ആസ്ടെക്സ് ബൈ കോർട്ടസ് ആൻഡ് കാബ്രേൽ എഗെയിൻസ്റ്റ് ബ്രസീൽ. അതായത് ആസ്ടെക്കുകൾക്കെതിരെ കോർട്ടസ് നടത്തിയ പോരാട്ടങ്ങളും ബ്രസീലിനെതിരെ കബ്രാൾ നടത്തിയ പോരാട്ടങ്ങളും വിശദീകരിക്കാനാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മാപ്പ് ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് പറയാം. ഓക്കെ. എന്തായാലും ചാപ്റ്റർ 9 നോക്കാം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ ബിഗിനിങ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അടുത്തത് നോക്കാം, എക്സാമിൻ ദ റോൾ പ്ലേഡ് ബൈ കനാൽസ് ആൻഡ് റെയിൽവേസ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതായത് വ്യവസായ വിപ്ലവം ത്വരിതപ്പെടുത്തുന്നതിൽ കനാലുകളും റെയിൽവേയും വഹിച്ച പങ്ക് പരിശോധിക്കുക. എസ്സേ ക്വസ്റ്റ്യനിൽ വരുന്നത് തന്നെയായിരുന്നു കേട്ടോ ഇതും. അപ്പോൾ ഓക്കെ ആണല്ലോ. എന്തായാലും 10th ചാപ്റ്റർ നോക്കാം, ഡിസ്പ്ലേസിംഗ് ഇൻഡിജീനിയസ് പീപ്പിൾ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ മ്യൂച്വൽ പെർസെപ്ഷൻസ് ബിറ്റ്വീൻ ദ നേറ്റീവ്സ് ആൻഡ് യൂറോപ്യൻസ് ഇൻ അമേരിക്ക. അതായത് അമേരിക്കയിലെ തദ്ദേശീയരും യൂറോപ്യന്മാരും തമ്മിലുള്ള പരസ്പര ധാരണകൾ ചർച്ച ചെയ്യുക. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണ് കേട്ടോ ഒരു കാര്യം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദ റിസൾട്ട്സ് ഓഫ് ഗോൾഡ് റഷ് ഓഫ് യൂറോപ്യൻസ് ടുവേർഡ്സ് അമേരിക്ക. അതായത് അമേരിക്കയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ഗോൾഡ് റഷ് ഫലങ്ങൾ വിശകലനം ചെയ്യുക. ഇതൊരു സിമ്പിൾ ആയിട്ട് ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് പഠിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ചാപ്റ്റർ 11 നോക്കാം, പാത്സ് ടു മോഡേണൈസേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചറൽ റവല്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ചൈന. അതായത് ആധുനിക ചൈനയുടെ ചരിത്രത്തിൽ സാംസ്കാരിക വിപ്ലവത്തിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ ആണല്ലോ. അടുത്തത്, ദ എമർജൻസ് ഓഫ് ജപ്പാൻ ഇൻ ദ പോസ്റ്റ് വാർ ഇറ വാസ് എ മിറാക്കിൾ സബ്സ്റ്റാൻഷിയേറ്റും. അതായത് യുദ്ധാനന്തര കാലഘട്ടത്തിൽ ജപ്പാന്റെ ആവിർഭാവം ഒരു അത്ഭുതമായിരുന്നു, വിലയിരുത്തുക എന്നുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ. ഇതും നിങ്ങളൊരു കഥ കാണുന്ന അല്ലെങ്കിൽ കഥ വായിക്കുന്ന സിനിമ കാണുന്ന ഒരു ഫീലില് പഠിക്കാം. ഓക്കെ ആണല്ലോ. ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക, നല്ല സിമ്പിൾ ആകും എക്സാം. അപ്പോൾ ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 1 വേർഡിന്റെ വീഡിയോ ആയിരിക്കും. അതെന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യട്ടോ. അതായത് നാളെ എക്സാം ആണല്ലോ. അപ്പൊ എന്തായാലും നമ്മൾ രാത്രിയൊന്നും ആവില്ല, അതിന് മുന്നേ തന്നെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.